എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹൈജ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കുറേ നാളെ നമ്മളൊരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് അന്നൊരു വിഷു വെച്ചില്ല, വിഷു സ്പെഷ്യൽ തന്നെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മളൊരു 50 പൈസ കവറാണ് എടുക്കുന്നത്. നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് 50 പൈസ കവർ വെച്ചാണ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. 50 പൈസ കവറ് 50 പൈസ കവർ ഇങ്ങനെ കട്ട് ചെയ്ത് നൂറ്റെടുത്തതിന് ശേഷം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ പൂവിൻ്റെ ഇതളിന് വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കൊന്നപ്പൂവാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈസിയായിട്ടെല്ലാം ചെയ്യാൻ പറ്റും, കൊച്ചു പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിത് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് നമ്മളിതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോ ഇതളുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ പശയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ എടുക്കാം. എന്നിട്ട് ഞാനൊരു കമ്പിയാണ് എടുത്തേക്കുന്നത്. ആ കമ്പിക്കകത്ത് ഒരു കട്ടി കുറഞ്ഞൊരു കമ്പിയാണ് എടുത്തത്. ഞാൻ എടുത്തേക്കുന്ന കമ്പി വയറിൻ്റെ അകത്തുള്ള ആ കുഞ്ഞു കമ്പിയാണ്. അതിനകത്തോട് നമുക്ക് ഈ പച്ച കളറ്, ഇത് 50 പൈസ കവർ നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ്. ഈ പച്ച കളർ 50 പൈസ കവർ അത് നമുക്ക് ചുറ്റി കൊടുക്കാം. ഇത് നമ്മുടെ പൂവിൻ്റെയൊക്കെ തണ്ടിന് വേണ്ടിയിട്ടാണ് ഈ കട്ട് കുറഞ്ഞ കമ്പി എടുത്തത്. ഇഷ്ടമുള്ള കമ്പി എടുക്കാതെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലെ വയറിൻ്റെ അകത്തുള്ള കമ്പി എടുത്താണ്. നമുക്കിനി ആ ചുരുട്ടി വെച്ച ആ കമ്പിക്കകത്ത് നമ്മുടെ ഓരോ ഇതളുകളായിട്ടെടുത്ത് ഒന്ന് ചുരുട്ടി കൊടുക്കാം. അറ്റം ചുരുട്ടി കണ്ടോ, വീഡിയോ കാണുന്ന പോലെ അറ്റം ചുരുട്ടി ഇതളുകളാക്കിയിട്ട് നമുക്ക് ആ കമ്പിക്കകത്ത് വെച്ച് കെട്ടിക്കൊടുക്കാം. നൂല് വെച്ചാണ് ഞാൻ കെട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ എടുക്കുന്ന വൈകിട്ടാണ്. പെട്ടെന്ന് തോന്നുന്ന ഒരു ഐഡിയ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കുന്ന കാരണം ചെറുതായിട്ട് ഇരുട്ടൊക്കെ വീണു തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മുടെ ക്യാമറാമാൻ ചേട്ടൻ തന്നെ ജോലി ഉള്ളതുകൊണ്ട് ചേട്ടനല്ല ക്യാമറാമാൻ, അതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അമ്മയാണ് എണ്ണ എടുക്കുന്നത്. അന്നേരം ഇടയ്ക്ക് കൈയൊക്കെ വീഴുന്നുണ്ട്. എല്ലാം ക്ഷമിക്കേണ്ടതാണ്. പിന്നെ ക്യാമറയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ ചെറുതായിട്ട് മടിക്കുന്നത്. പിന്നെ നമ്മളൊരു ചതുരം പോലെ ഒരു പച്ച കളറ് ആ പ്ലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് അടിഭാഗത്തൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തൊന്നും അറിയാതിരിക്കാനും പിന്നെ കെട്ടിയതറിയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഒരു പച്ച കളറ് കവർ തന്നെ നമ്മൾ കട്ട് ചെയ്ത കവർ എടുത്തിട്ട് അത് കുറച്ചുകൂടെ വലിയ ചതുരാകൃതിയിൽ കട്ട് ചെയ്തിട്ട് മഞ്ഞ കവറാണ് അകത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞയും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പച്ചയും മഞ്ഞയും കൂടെ ചേർന്ന് നമ്മളെ കറക്റ്റ് മുട്ടിൻ്റെ ഒരു ഇത് വരും. മഞ്ഞ കവർ, വേസ്റ്റ് മഞ്ഞ കവർ എടുത്ത് അകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ട് അത് വട്ടാകൃതിയിലാക്കി നമ്മളുടെ നോർമൽ കമ്പിയാണ് ഞാൻ എടുത്തേക്കുന്നത്, കെട്ടുകമ്പി. ആ കെട്ടുകമ്പിക്കകത്ത് വെച്ച് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത നമ്മൾ മഞ്ഞ മുട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മഞ്ഞ കളർ അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ കൊന്നപ്പൂ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പച്ചയും മഞ്ഞയും കളറിലൊക്കെയാണ് മുട്ട് വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ താഴെയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പച്ച കളറ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് കുറച്ച് മുട്ടും പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് കമ്പിക്കകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗം ടേപ്പ് ഒന്നും വെച്ചല്ല സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് തന്നെയാണ് ഫുൾ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അന്നേരം പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് തന്നെ പശ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗം ടേപ്പുള്ളവർക്ക് ഗം ടേപ്പ് വെച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമ്മൾ മുട്ടും പൂവും വെച്ചിട്ട് ഇതേപോലെ ഈ കമ്പിക്കകത്ത് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ടാക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് എല്ലാം കാണിക്കാത്തത്. പിന്നെ ഈ പൂ കെട്ടുന്നതൊക്കെ അറിയാത്തവരാണെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാനിതൊക്കെ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വിശദമായിട്ട് പറയാതിരുന്നത്. കണ്ടോ, എടുത്ത് തരുന്നപ്പോഴത്തേന് നൈറ്റ് ആയതുകൊണ്ട് വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറവൊക്കെ കാണും, എല്ലാവരും ക്ഷമിക്കണേ. ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്ത് എടുക്കുന്നതാണ്. കണ്ടോ, നമ്മൾ ഓരോ കുഞ്ഞ് പൂ ഉണ്ടാക്കി ഓരോ ബ്രാഞ്ചസ് ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നതാണ്. ഇതേപോലെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ വീട്ടിൽ ഏത് മഞ്ഞ കളർ ഉണ്ടെങ്കിലും, പ്ലാസ്റ്റിക് ഇല്ല 50 പൈസ കവർ, ഏത് മഞ്ഞ കളർ ഉണ്ടെങ്കിലും അതെടുത്ത് നമുക്ക് കൊന്നപ്പം ഉണ്ടാക്കാം. ഇത് വേറെ കളറാണ്. കണ്ടോ, ഇത് വേറെ, ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് പലതും പല കളറാണ്. കണ്ടോ, എൻ്റെ കയ്യിലുള്ള 50 പൈസ കവറിൻ്റെ എല്ലാ കളറിലും നമ്മൾ കൊന്നപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, കൊള്ളാമോ കാണാൻ? ഇങ്ങനെയുണ്ട് കൊന്നപ്പൂ. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് കൊന്നപ്പൂവാണ്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഇഷ്ടപ്പെടുമെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്ത് ഒത്തിരി സപ്പോർട്ട് നോക്കാം. ഇതിനെ കണ്ട് നല്ലൊരു വീഡിയോ ടാറ്റ.